ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞു, പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നു. ആരോപണ വിധേയരായ ആരും അവരുടെ സാംസ്കാരിക ബോധം കൊണ്ടും അവരുടെ മൂല്യം കൊണ്ടും അവർ മത്സരിക്കുന്നില്ല എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു. മിസ്റ്റർ ബാബുരാജ് അദ്ദേഹം മാത്രം മത്സര രംഗത്തേക്ക് തിരിച്ചു വരുന്നത് അമ്മയുടെ തലപ്പത്തേക്കാണ്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ്. ഒരു ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ് മിസ്റ്റർ ബാബുരാജ്. അങ്ങനെയുള്ള ഒരാളാണോ നമ്മുടെ ഈ അമ്മ എന്ന് പറയുന്ന ഇത്രയും ശ്രേഷ്ഠമായ സംഘടനയെ നയിക്കേണ്ടത്? നാളെ പത്രസമൂഹവും പൊതുസമൂഹവും നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നിലവാരം ഇത്രയ്ക്കങ്ങ് ഇടിഞ്ഞു പോയോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അതുകൊണ്ട് ബാബുരാജ് ഈ രംഗത്തുനിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഈ സംഘടനയുടെ തലപ്പത്ത് വരുന്നതിലൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ചെയ്തികൾ ഒന്ന് വെളുപ്പിക്കണം. അതിനൊരു കസേര വേണം. അതിന് പറ്റിയ കസേരയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കസേര.